അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിൻ്റെ പഠിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമല്ല അവിടുത്തെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കുക എന്നുള്ളത് സ്വഹാബത്തിൻ്റെ പതിവിൽപ്പെട്ടതായിരുന്നു. ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൻ്റെ 2069 ഹദീസായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണത്. മഹദി ഒരിക്കൽ ഒരു ജുബ്ബയുമായി വന്നുകൊണ്ട് പറയുകയാണ്, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബയാണ്. പിന്നീട് ആ ജുബ്ബയെക്കുറിച്ച് കുറച്ച് വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മഹദി പറയുകയാണ്, ഹാദിഹി കാനത്ത് ഇൻദ ആയിഷത്ത റളിയല്ലാഹു അൻഹ ഹത്താ ഖുബിലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ മഹദിയുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച ഒരു ജുബ്ബയായിരുന്നു, ഒരു വസ്ത്രമായിരുന്നു ഇത്. അങ്ങനെ ഫലമ്മ ഖുബിലത്ത് ഖബൽതുഹ, മഹദി വഫാത്തായപ്പോൾ ഞാനിത് കൈവശപ്പെടുത്തിയതാണ് എന്ന് അസ്മാ ബീവി പറയുന്നുണ്ട്. എന്തേ കാരണം? ശേഷം പറയുന്നു, വക്കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസുഹ, ഈ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു. മാത്രമല്ല ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർളാ യുസ്തശ്ഫാ ബിഹാ, ശമനം പ്രതീക്ഷിച്ചു വരുന്ന രോഗികൾക്ക് ഈ വസ്ത്രം കഴുകിയ വെള്ളം ഔഷധമായി നൽകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച കാരണം ആ വസ്ത്രത്തിൽ വലിയ ബർക്കത്തുണ്ടെന്നും അത് കഴുകിയ വെള്ളം ഔഷധവീര്യമുള്ളതാണെന്നും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയായിരുന്നു മുഴുവൻ സ്വഹാബത്തും വിശ്വസിച്ചിരുന്നത്, അവർ ജീവിച്ചിരുന്നത്. മാത്രമല്ല ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൻ്റെ 4-ാം വാള്യം 44-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, മറ്റുള്ള മുഴുവൻ അമ്പിയാക്കന്മാർ അതുപോലെ മഹാത്മാക്കളുമായെല്ലാം ബന്ധപ്പെട്ടതാണ്. അവരുടെ ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാൻ പറ്റും എന്നതിനും കൂടിയുള്ള തെളിവാണ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇത്തരം ഹദീസുകളിൽ നിന്നെല്ലാം മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാനും അതുപോലെ അതനുസരിച്ച് പ്രവർത്തിക്കാനും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.